ന്യൂറോട്ടിക് ഡിസോർഡറിൽ ഉള്ളതാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പോൾ നമ്മൾ ഒബ്സഷൻ എന്ന വാക്കും കമ്പൽഷൻ എന്ന വാക്കും ടെർമിനോളജീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഒബ്സഷൻ? ഒബ്സഷൻ ആർ റിപ്പീറ്റഡ് തോട്ട്സ് ഓർ ഐഡിയാസ് ദാറ്റ് എലിവേറ്റ്സ് ദി ലെവൽ ഓഫ് ആങ്സൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അതായത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ആ ചിന്തകൾ മൂലം നമ്മുടെ ആങ്സൈറ്റി ലെവൽ കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്സഷൻ. അപ്പോൾ OCDയിലെ O ഡിനോട്ട് ചെയ്യുന്നത് ഒബ്സഷനെയാണ്. C ഫോർ കമ്പൽഷൻ. എന്താണ് കമ്പൽഷൻ? കമ്പൽഷൻ മീൻസ് റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ റെസ്പോൺസ് ടു ദീസ് ഒബ്സസീവ് തോട്ട്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ലെവൽ ഓഫ് ആങ്സൈറ്റി. അതായത് നമുക്ക് ഒബ്സഷൻ മൂലമുണ്ടായ ആങ്സൈറ്റീനെ കുറയ്ക്കുന്നതിന് വേണ്ടി ഉള്ള സെർട്ടൻ ആക്ടിവിറ്റീസാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ആ ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആങ്സൈറ്റിയുടെ ലെവൽ കുറഞ്ഞ് കാണപ്പെടുന്നു. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഹാവിങ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഒബ്സസീവ് തോട്ട്സ് ആസ് വെൽ ആസ് കമ്പൽസീവ് ബിഹേവിയർ. അത് രണ്ടും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒബ്സസീവ് തോട്ട്സ് ആയാലും നമ്മളതിനെ OCD എന്ന രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്. ദ പേഴ്സൺ ഹാസ് റിക്കറിങ് തോട്ട്സ് ഓർ ഒബ്സഷൻ ആൻഡ് റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് നോൺ ആസ് കമ്പൽഷൻ. അതിനുശേഷം the person may try to suppress these thoughts or behavior but is unable to do so. അതായത് മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ആ വ്യക്തി പല രീതിയിൽ അതിനെ കോപ്പപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ അതിൽ വിജയിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആ തോട്ട്സ് വന്ന് ആങ്സൈറ്റി ലെവൽ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ദ ഇൻഡിവിജ്വൽ നോസ് ദാറ്റ് ദ തോട്ട്സ് ഓർ ബിഹേവിയർ ആർ ഇറാഷണൽ ബട്ട് ഫീൽസ് പവർലെസ് ടു സ്റ്റോപ്പ്. അതായത് ഈ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലാത്തതാണെന്ന് അവർക്കറിയാമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നത് മായ്ച്ച് കളയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പൽസീവ് ബിഹേവിയർ ചെയ്യാതിരിക്കാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതുമൂലം അവർക്ക് ദിനചര്യയിൽ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതായ പല കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. അവർക്ക് അവരുടെ ഒരു റോൾ പെർഫോമൻസ്, എല്ലാവർക്കും അവരുടേതായ ഒരു റോളുണ്ടല്ലോ. ഒരു സൊസൈറ്റിയിലായാലും ഫാമിലിയിലായാലും ഒക്കുപ്പേഷണൽ ഏരിയയിലായാലും എല്ലായിടത്തും ഒരു വ്യക്തിക്ക് അവരുടേതായ റോൾസ് ഉണ്ട്. അത് ഫുൾഫില്ല് ചെയ്താണ് മുന്നോട്ട് നീങ്ങുന്നത്. അത് ഫുൾഫിൽ ചെയ്യുന്നതിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് OCDയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ റിക്കറൻറ്റ് ഒബ്സഷൻ ഓർ കമ്പൽഷൻ ദാറ്റ് ആർ സിവിയർ ഇനഫ് ടു ബി ടൈം കൺസ്യൂമിങ് ഓർ കോസ് മാർക്ക് ഡിസ്ട്രസ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ്. അതായത് ഒരു എക്സ്ട്രീം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒബ്സസീവ് തോട്ട്സും കമ്പൽസീവ് ബിഹേവിയറൊക്കെ ചെയ്ത് നമുക്ക് ഒരു കാര്യത്തിനും നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനോ സമയം കണ്ടെത്താനോ കഴിയുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ മാർക്ക് ഡിസ്ട്രസ്, അതായത് ഇറിറ്റേഷൻ ഉളവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ റോൾ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ചിന്തകളും ഈ പ്രവൃത്തികളും മാറുന്നതിനെയാണ് നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒബ്സഷൻ ഞാൻ പറഞ്ഞിരുന്നു, റിപ്പീറ്റഡ് ഐഡിയാസ്, അൺവാണ്ടഡ് തോട്ട്സ് ദാറ്റ് എലിവേറ്റ് ദി ലെവൽ ഓഫ് ആങ്സൈറ്റി എന്ന് പറയാം. കമ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഇൻ റെസ്പോൺസ് ടു ദീസ് തോട്ട്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ലെവൽ ഓഫ് ആങ്സൈറ്റി. നമുക്ക് ഒരു ഒബ്സസീവ് കമ്പൽസീവ് സൈക്കിൾ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മെൻഷൻ ചെയ്യാം. ഒബ്സസീവ് കമ്പൽസീവ് സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒബ്സസീവ് കമ്പൽസീവ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്സഷൻ എന്ന ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ദ ലെവൽ ഓഫ് ആങ്സൈറ്റി വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് ആങ്സൈറ്റിയോട് കൂടി ജീവിക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആങ്സൈറ്റീനെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പല പ്രവൃത്തികൾ അവർ ചെയ്യുന്നു. അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ആ കമ്പൽസീവ് ബിഹേവിയർ മൂലം ലെവൽ ഓഫ് ആങ്സൈറ്റി ഡിക്രീസ് ചെയ്ത് ഒരു സെൻസ് ഓഫ് റിലീഫ് കിട്ടുന്നു. ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് മൂലം അത് വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് ആ വ്യക്തി വീണ്ടും ആ കാര്യങ്ങൾ തുടരാനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യം പറയുകയാണെങ്കിൽ 3% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന്
അതായത് ഡിസോർഡർ എന്ന രീതിയിൽ പറയേണ്ട, ഒബ്സസീവ് കമ്പൾസീവ്നെസ് എന്ന ഫിനോമിനൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരു കമ്പൾസീവ് ബിഹേവിയർ വരാറുണ്ട്. പക്ഷേ അത് നമ്മുടെ സോഷ്യൽ, അക്കാഡമിക്, ഒക്കുപേഷണൽ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിനെ ഒരു ഡിസീസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ചൈൽഡ്ഹുഡിൽ പ്രീ സ്കൂളറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ടിപ്പിക്കലി 20 to 24 ഏറ്റവും കൂടുതലായിട്ട് അത് കാണപ്പെടുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ആണ് കാണപ്പെടുന്നത്. പല രീതിയിലുണ്ട്, ഇതിനൊരു വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് എന്ന് പറയാം. പക്ഷേ ഇതിനെല്ലാം ഒരു കോമൺ കാറ്റഗറീസിലേക്ക് സബ് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. എക്സാക്ട് കോസ് ഈസ് സ്റ്റിൽ അൺനോൺ. അപ്പോൾ ICD ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് OCDക്ക്. പ്രീഡോമിനൻ്റ്ലി ഒബ്സസീവ് തോട്ട്സ് ഓർ റുമിനേഷൻ, പ്രീഡോമിനൻ്റ്ലി കമ്പൾസീവ് ആക്ട്, മിക്സ്ഡ് ടൈപ്പ്, അതർ ടൈപ്പ്, ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോസേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് കോസ് ഈസ് അൺനോൺ. പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സായിട്ട് ബയോ, സൈക്കോ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് നമുക്ക് പറയാം. അതിൽ തന്നെ സൈക്കോ അനലിറ്റിക്കൽ തിയറി പറയുന്നത്, സൈക്കോ അനലിറ്റിക്കൽ തിയറി അനുസരിച്ച് ഒരു വീക്ക് ഈഗോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ഈഗോ ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തി പല കാര്യങ്ങളും എന്താ പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ മാലഡാപ്റ്റീവ് വേയിൽ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അൺഡൂയിങ് എന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക പ്രവർത്തനം ചെയ്യുന്നു, അതിനെ അൺഡൂയിങ് എന്ന് പറയാം. അപ്പോൾ ഈ അൺഡൂയിങ് എന്ന ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മാലഡാപ്റ്റീവ് വേയിലുള്ളൊരു യൂസാണ് ഇങ്ങനെയുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ കാണുന്നതെന്നാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി പറയുന്നത്. ദെൻ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലേണിങ്ങിൽ മാലഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാലഡാപ്റ്റീവ് ലേണിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ കയ്യിൽ ജേംസായി എന്നുള്ള ഒരു ഒബ്സസീവ് തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ ഓഫ് ആങ്സൈറ്റി അവരുടെ കൂടുകയും അതിന് റെസ്പോൺസായിട്ട് ആ വ്യക്തി പോയി കൈ കഴുകുക അല്ലെങ്കിൽ കുളിക്കുക, ഇങ്ങനെയുള്ള കമ്പൾസീവ് ബിഹേവിയേഴ്സ് അവർ ഷോ ചെയ്യുന്നു. അപ്പോൾ ആ കമ്പൾസീവ് ബിഹേവിയർ ഷോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു സെൻസ് ഓഫ് റിലീഫ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആങ്സൈറ്റി അവർക്ക് തോന്നുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അവർക്കൊരു റിവാർഡ് കിട്ടിയതുപോലെയാണ്, അതായത് ഒരു ആശ്വാസം കിട്ടിയതുപോലെയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇനി ബിഹേവിയർ ഫോളോഡ് ബൈ എ റിവാർഡ് ഈസ് ലൈക്ലി ടു റിപ്പീറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവർക്ക് റിവാർഡ് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്നതാണ് ഒരു ആശ്വാസം. ആ ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ അവർ വീണ്ടും ആ ചിന്ത വരുമ്പോൾ കുളിക്കുക അല്ലെങ്കിൽ കൈ കഴുകുക എന്നുള്ള പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അതിന് പുറമെ ബയോളജിക്കൽ ആസ്പെക്ട്സ് ആയ ന്യൂറോ അനാട്ടമിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഏറ്റക്കുറച്ചിൽ, അത് മെയിൻലി സെറട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് ചില ഏരിയയിൽ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൂടാതെ സർട്ടൻ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ബ്രെയിനിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫങ്ഷനിലുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ മൂലം വരുന്നതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. എക്സാക്റ്റായിട്ട് ഒരു കോസ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ദീസ് ആർ ദി മേജർ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓർ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്. ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ വേയിൽ നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയാം. ഒരു കമ്പൾസീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഒബ്സസീവ് തോട്ട്സ്, ഇവരുടെ ആ തോട്ട്സ് മൂലം ആ വ്യക്തിക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഇനബിലിറ്റി ടു പെർഫോം ദെയർ റോൾ ഇൻ ദി സൊസൈറ്റി ഓർ റോൾ പെർഫോമൻസിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദിവസത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു തോട്ട്സിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസിനെയാണ് നമ്മൾ ഇതിനെ ഒരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസോർഡറായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. അല്ലാതെ നമുക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒരു ഡൗട്ടാണ്, നമ്മൾ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ പൂട്ടിയോ എന്നുള്ള ഒരു ഡൗട്ട് വരാം. അപ്പോൾ 1 2 തവണ നമ്മൾ നോക്കിയെന്ന് വെച്ച് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 1 മണിക്കൂറോളം അതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോയി ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി തിരിച്ച് അവിടെ വന്ന് അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന് ഒക്കെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കാണ്ട് ആക്സെപ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് പറയുന്നത്.
മേജറായിട്ടുള്ള സിംറ്റംസ് റിപ്പീറ്റഡ് ഒബ്സഷൻ്റെ ഉള്ള സിംറ്റംസാണ് പറയുന്നത്. ഒരു ചിന്ത കണ്ടാമിനേഷനെ കുറിച്ചുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ റിപ്പീറ്റഡ് തോട്ട്സ് അബൌട്ട് കണ്ടാമിനേഷൻ, കയ്യിൽ ചെളിയായി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമായി എന്നുള്ള ഒരു ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും കയറി വരുന്നു. അതുകൂടാതെ റിപ്പീറ്റഡ് ഡൗട്ട്സ്, അതായത് റൂം പൂട്ടിയോ, ഗ്യാസ് ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ പൈസ എണ്ണിയത് കറക്റ്റാണോ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഓർഡർലിനെസ്സിനുള്ള ഒരു ഇത്, നീഡ് ടു ഹാവ് തിങ്സ് ഇൻ എ സർട്ടൻ ഓർഡർ, ഒരു എക്സ്ട്രീം ഓർഡർലിനെസ് എന്ന് പറയാം. അതായത് എല്ലാ കാര്യങ്ങളും ഒരു സ്പെസിഫിക് ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ള അവരുടെ ഒരു പിടിവാശി, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്പെസിഫിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തല്ല കാണപ്പെടുന്നതെങ്കിൽ ഒരു സെൻസ് ഓഫ് ആങ്സൈറ്റി മനസ്സിലേക്ക് കടന്നു വരുന്നു. പിന്നെ അത് നേരെ വെച്ചതിന് ശേഷം മാത്രമേ അവർക്കൊരു സെൻസ് ഓഫ് റിലീഫ് കിട്ടുന്നുള്ളൂ. അതിന് പുറമെ തോട്ട് ഓഫ് അഗ്രഷൻ, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒച്ചയിടുക, അല്ലെങ്കിൽ നിശബ്ദമായിട്ടിരിക്കുന്ന സ്ഥലത്ത് അലറാനുള്ള ഒരു തോന്നലൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നു. സെക്ഷുവൽ ഇമേജറി, അതായത് ഒരു സെക്ഷുവൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു പേഷ്യൻ്റ് വന്നതായിട്ടൊരു ഡോക്ടർ പറയുന്നത് കേട്ടാണ്. ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള സെക്ഷുവലായിട്ടുള്ള തോട്ട്സ് അവരുടെ മനസ്സിലേക്ക് കയറി വരികയും പ്രാർത്ഥനയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും അത് മൂലം ആ വ്യക്തി എന്തോ പാപം ചെയ്തു പോയി എന്നുള്ള തോന്നൽ വന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ഒരു 24 മണിക്കൂറിൽ 10-15 മണിക്കൂർ പ്രാർത്ഥനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു സിംറ്റം ഓഫ് ഒബ്സസീവ് തോട്ട്സ്. അപ്പോൾ അതിന് റെസ്പോൺസായിട്ടുള്ള കമ്പൽസീവ് ബിഹേവിയേഴ്സാണ് പറയുന്നത്. കയ്യിൽ കണ്ടാമിനേഷനായി എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോൾ റിപ്പീറ്റഡ് ഹാൻഡ് വാഷിംഗ് ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ തുണി അലക്കാം. 25 കിലോ സർഫ് എക്സൽ ഉപയോഗിച്ച് തുണി അലക്കി ഒരു മാസം 25 കിലോ സർഫ് എക്സൽ യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ പോസ്റ്റിങ്ങിനിടയ്ക്ക് കണ്ടുമുട്ടിയിരുന്നു. അപ്പോൾ ആ വ്യക്തി വീട്ടിൽ തുണി അലക്കുമ്പോൾ തോന്നുവാണ് ക്ലീൻ ആയിട്ടില്ല, വീണ്ടും സോപ്പ് പൊടിയിട്ട് വീണ്ടും കഴുകുകയാണ്. അപ്പോൾ തുണി അലക്കുന്നത് മൂലം കറണ്ട് ചാർജും കൂടിയാണ്. 25 കിലോ സർഫ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വിലയുള്ളതാണ് സർഫ് എക്സൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ദെൻ കൗണ്ടിങ്, അതായത് മനസ്സിൽ മെൻ്റൽ അരിത്തമെറ്റിക്സ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അതായത് മനസ്സിലെപ്പോഴും പല നമ്പറുകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പൈസ റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡോറ് അടച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിന് അതിൻ്റെ ഒരു കമ്പൾസീവ് ബിഹേവിയറിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഓർഡറിങ്, അതായത് സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാം. ഒബ്സഷണൽ തോട്ട്സ്, നമുക്കറിയാം ഈ തോട്ട്സാണ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി അവരുടെ ആങ്സൈറ്റി ലെവൽ കൂട്ടുന്ന തോട്ട്സാണ്. ഒബ്സഷണൽ റുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡിബേറ്റ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ എപ്പോഴും ഡിബേറ്റ് നടക്കുകയാണ്. അതായത് നീ അത് ചെയ്തത് ശരിയായില്ല, നീ അത് ചെയ്യണമായിരുന്നു, പക്ഷേ അത് ചെയ്തത് കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെയുള്ള രീതിയിൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, അതായത് എന്നെ സപ്പോർട്ട് ചെയ്തും എഗെയിൻസ്റ്റും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിബേറ്റ് മൂലം വേറെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ. ഒബ്സഷണൽ ഡൗട്ട്സ്, അതായത് എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും സംശയം വയ്ക്കുക. അതുകൂടാതെ ഞാൻ ഇന്നത് ശരിയായില്ല, ഇങ്ങനെയുള്ള തോന്നൽ. ഒബ്സഷണൽ ഇമ്പൾസസ്, ഇങ്ങനെയുള്ള മനസ്സിലേക്ക് ചിന്തകൾ കയറി വരിക, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് കൂടുതലായിട്ട് കയറി വരുന്നത്. ദെൻ ഒബ്സഷണൽ റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വലിസം ഒരു ഓർഡർലിനെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പറയാം. അതായത് എല്ലാ കാര്യങ്ങളും ഒരു സ്പെസിഫിക് രീതിയിലാണെങ്കിൽ കാര്യങ്ങൾ ഓക്കെയാണ് എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തി. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് കുളിക്കുമ്പോൾ അയാൾ സ്വയം ശരീരത്തിനെ 16 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 16 ഭാഗങ്ങളിലും ഓരോ വശത്തേക്കും 16 പ്രാവശ്യം വലത്തോട്ടും ഇടത്തോട്ടും സോപ്പ് തേക്കണം ആ വ്യക്തിക്ക്. അങ്ങനെ ഈ 16 തവണ വലത്തോട്ടും ഇടത്തോട്ടും സോപ്പ് തേച്ച് ഈ 16 ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ആ വ്യക്തി കുളിച്ച് ക്ലീനായി എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ആ വ്യക്തി കുളിക്കാൻ വേണ്ടി 5-6 മണിക്കൂറൊക്കെയാണ് ചിലവഴിക്കുന്നത്. അത് മൂലം ആ വ്യക്തിയുടെ ശരീരത്തിൽ, അതായത് സോപ്പിൻ്റെ കൂടുതൽ യൂസ് മൂലം തൊലി
പൊളിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് അലർജിക് റിയാക്ഷൻസ് വരെ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കേസ് ശരിക്കും ഫസ്റ്റ് വന്നത് ഡെർമറ്റോളജി വിഭാഗത്തിലാണ് വന്നത്. പിന്നെ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് ഈ കുളിക്കുന്ന ഹിസ്റ്ററിയൊക്കെ വന്നത്. പിന്നെ അത് സൈക്യാട്രിക് ഇതിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ അതിനുള്ള രീതിയിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്സഷണൽ സ്ലോനെസ്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വി കാൺട്ട് പെർഫോം എനി ആക്ടിവിറ്റീസ് ഇൻ ദ സെയിം സ്പീഡ് ഓർ ഇൻറ്റൻസിറ്റി. അപ്പോൾ അതൊക്കെ ഒബ്സസീവ് സ്ലോനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മേജറായിട്ടുള്ള ഡയഗ്നോസിസ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി കളക്ഷൻ ആൻഡ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഇതൊക്കെയാണ്. അതുകൂടാതെ അതർ CT MRI ഇതൊക്കെ ചെയ്യുന്നു. സ്പെസിഫിക് ഇനി അതർ റീസൺ മൂലമാണോ വരുന്നത് എന്നുള്ളതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബ്രെയിൻ ഇമേജിങ്ങിൽ തന്നെ പെറ്റ് എന്നുള്ള ടെസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ബിഹേവിയർ ഉള്ളവരുടെ ബ്രെയിനിൽ ഒരു ചേഞ്ചസ് കാണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുമ്പോൾ മേജറായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റിൽ ഏറ്റവും മെയിനായിട്ടുള്ളതാണ് ആങ്സിയോലൈറ്റിക് ഡ്രഗ്സ്, ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്നു. അത് ആങ്സൈറ്റി ലെവലിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞിരുന്ന സെറട്ടോണിൻ്റെ അളവ് ചില ഭാഗങ്ങളിൽ കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് ഇൻ ഓർഡർ ടു എലിവേറ്റ് ദി ലെവൽ ഓഫ് സെറട്ടോണിൻ, ഇത് രണ്ടുമാണ് മേജറായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത്. അതിന് പുറമെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള വ്യക്തി ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 3-ൽ 2 പേരും, അതായത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള 3 പേരിൽ 2 പേരും ഡിപ്രഷനിലേക്ക് വഴുതി വീഴുമെന്നുള്ള ഒരു പഠനങ്ങളാണ് ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കാണിക്കുന്നത്. ഓക്കെ, ഇതിന് പുറമെയുള്ള തെറാപ്പീസ്, സൈക്കോ സോഷ്യൽ തെറാപ്പീസിൽ ഡിഫറെൻറ്റ് തെറാപ്പീസ് ലൈക്ക് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. അതായത് ഒരു കാര്യം, അതായത് കയ്യിൽ ചെളി ആയി കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് ടെൻഷൻ കൂടി കൈ കഴുകുന്നത്. അപ്പോൾ ആ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ കയ്യിൽ ചെളിയാക്കാൻ അനുവദിച്ചതിന് ശേഷം റെസ്പോൺസ് പ്രിവെൻറ്റ് ചെയ്യുകയാണ്, അതായത് കൈ കഴുകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവർ കൈ കഴുകാതിരിക്കുമ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് വേറെ കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് ഡൈവേർട്ട് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ട്രയൽസ് ചെയ്ത് വരുമ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞത് വരുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ തോട്ട് സ്റ്റോപ്പിംഗ് എന്നുള്ള രീതിയിൽ, അതായത് മനസ്സിലേക്ക് തോട്ട് വന്നു കഴിയുമ്പോൾ കയ്യിൽ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളൊന്ന് റബ്ബർ ബാൻഡ് വലിച്ചു വിടുമ്പോൾ കൈ വേദന എടുക്കും. അപ്പോൾ ആ തോട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നു. അല്ലെങ്കിൽ മനസ്സിൽ തന്നെ നമ്മൾ ഒരു ഇത് പറയുകയാണ്, ദീസ് തോട്ട്സ് ആർ നെഗറ്റീവ്, വി ഹാവ് ടു സ്റ്റോപ്പ് എന്നുള്ള ഒരു കമാൻഡ് കൊടുത്ത് മനസ്സിൽ ചിന്തകളെ നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു സൈക്കോ തെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അതായത് നമ്മൾ അതിനൊരു ഹൈറാർക്കി ഫോർമേഷൻ നടത്തിയതിന് ശേഷം ഓരോരോ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷനിൽ ആ വ്യക്തിയെ അകപ്പെടുത്തി അവിടെ റിലാക്സേഷൻ ട്രെയിനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കയ്യിൽ ഇത് വരുമ്പോൾ ആങ്സൈറ്റി ലെവൽ കൂടുകയാണ് ആ കയ്യിൽ ചെളിയായി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ വ്യക്തിനോട് റിലാക്സേഷൻ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്യാൻ പറയുന്നു. അതായത് ബ്രീത്തിങ് എക്സസൈസസോ അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ റിലാക്സേഷനോ അതെന്തെങ്കിലും അവരോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് റിലീഫ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിനുശേഷം അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ട്രയൽസിന് ശേഷം ആ വ്യക്തി ആ സിറ്റുവേഷനെ കൺട്രോളിലാക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള അതർ മാനേജ്മെൻറ്റ്. ദെൻ കമ്മിങ് ടു ദി നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. നേഴ്സിംഗ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് വൺ ഈസ് വി ഹാവ് ടു അസസ് ദ സ്പെസിഫിക് കണ്ടൻറ്റ്, ഏത് രീതിയിലുള്ള കമ്പൽസീവ് ബിഹേവിയറാണ്, ഒബ്സസീവ് തോട്ടാണ്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് എന്താണ് അവരുടെ നീഡ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിൽ മേജറായിട്ടുള്ള ഒരു നേഴ്സിംഗ് ഡയഗ്നോസിസാണ് ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് എന്നുള്ള രീതിയിൽ. ആ വ്യക്തി ഇൻഎഫക്റ്റീവായിട്ട് അവരുടെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. അതായത് എന്താ പറയുന്നത്, മാലഡാപ്റ്റീവ് വേയിൽ തന്നെയാണ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. അൺഡൂയിങ് എന്നുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് ഇവർ മാലഡാപ്റ്റീവ് രീതിയിലാണ് അവർ കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് ഒഴിവാക്കുവാനായിട്ട് വേണ്ട ഡിഫറെൻറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മളിങ്ങനെയുള്ള റെസ്പോൺസ് പ്രിവെൻഷൻ എന്നുള്ള രീതി, അതായത് ആ ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള ആ കയ്യിൽ അഴുക്കാവുന്ന സിറ്റുവേഷനിൽ വരുത്തുക, അതിന് ശേഷം
അവരെ കൈ കഴുകാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ അവരെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീനെ മാലഡാപ്റ്റീവ് വേയിൽ നിന്ന് അഡാപ്റ്റീവ് വേയിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ അവരോട് കൂടെ എപ്പോഴും അക്കമ്പനി ചെയ്യുക, ഒരു റുട്ടീൻ ഉണ്ടാക്കുക. അപ്പോൾ റുട്ടീൻ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി വേണം. ആദ്യ ദിവസം തന്നെ നമ്മളിതെല്ലാം നിർത്തിക്കുമോ എന്ന് പറഞ്ഞ് റുട്ടീൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അവരുടെ റിച്വലിസം അല്ലെങ്കിൽ അവരുടെ ആ സ്പെസിഫിക് ആ ഒരു റിപ്പീറ്റഡ് ബിഹേവിയറും ചെയ്യാനുള്ള രീതിയിലുള്ള ടൈം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു റുട്ടീൻ പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അതിനുള്ള ടൈം കുറച്ച് കൊണ്ടുവന്ന് അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ ഒരു ഇൻ്റർവെൻഷനായിട്ട് പറയാൻ പറ്റും. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് പേഷ്യൻ്റ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ടുള്ള നേഴ്സിംഗ് ഡയഗ്നോസാണ് ഇനെഫക്റ്റീവ് റോൾ പെർഫോമൻസ്. അത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. അതായത് ആ വ്യക്തി ഈ ജീവിതത്തിൽ പകുതി സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഡിഫറെൻറ്റ് റോൾസ് പെർഫോം ചെയ്യാൻ കഴിയാതെ വരിക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പേഷ്യൻ്റ് ഏത് റോളാണെന്നുള്ളത് മനസ്സിലാക്കുക. പേഷ്യൻറ്റിനോട് ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇവരുടെ റുട്ടീൻ പ്ലാനിങ് തന്നെ ഇതിലും അത്യാവശ്യമാണ്. അപ്പോൾ റുട്ടീൻ പ്ലാൻ ചെയ്തിട്ട് ഇവരുടെ ആ ഒരു കമ്പൽസീവ് ബിഹേവിയേഴ്സ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ആ റുട്ടീനിനെ കുറച്ച് കൊണ്ടുവരിക. അതായത് ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഷോ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അവർക്ക് ഇനഫ് ടൈം കിട്ടാണ്ട് വരുന്ന രീതിയിലേക്ക് ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ഫോർ ദിസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പോൾ മേജറായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ഈറ്റിയോളജി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് നഴ്സിംഗ് മാനേജ്മെൻറ്റാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ. സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ OCD ഈസ് എ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. മോസ്റ്റ് കേസസ് ആർ ഇൻക്യൂറബിൾ. മോസ്റ്റ് കേസസ്, എല്ലാമല്ല, കൂടുതലും ഇൻക്യൂറബിൾ ആവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റതിലേക്ക് വഴുതി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ ചിലർ തിരിച്ചറിയുന്നില്ല, ഇവർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. അതായത് ഒരു അമിതമായ പിശുക്ക് പോലും ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറാണ് എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നുവാണ് വീട്ടിൽ നമ്മളൊരു സാധനം എടുത്ത് ആവശ്യമില്ലാത്തതാണെങ്കിൽ എടുത്ത് പള്ളയിൽ കളയണം. അപ്പോൾ അത് അവർ കളയാതെ തന്നെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഇത് ആവശ്യം വരുമെന്നുള്ള രീതിയിൽ സൂക്ഷിച്ച് വെക്കുന്ന ചില പ്രവണത. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ വേറെ സ്ഥലമൊന്നുമില്ല, കുമിഞ്ഞു കൂടുക, ചപ്പ് ചവറുകൾ കുമിഞ്ഞു കൂടുന്ന ഒരു രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സൈക്കോ സോഷ്യൽ തെറാപ്പീസാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് മെഡിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. താങ്ക് യു.